നമ്മോടൊപ്പം ഉള്ളത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കന്നി വോട്ട് ചെയ്തിട്ടുള്ള ഉദയൻ എന്ന് പറയുന്ന അയിരൂർ സ്വദേശിയായിട്ടുള്ള ആളാണ്. ഏറെക്കാലം വിദേശത്തായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഇവർ നമ്മളുമായി പങ്കുവെക്കും. അപ്പോൾ ഈ കന്നി വോട്ട് ചെയ്തിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? കന്നി വോട്ട് ചെയ്തിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ എനിക്കൊന്നത് രാഷ്ട്രീയത്തിൽ യാതൊന്നും ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെന്നാൽ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ അവിടെ ചെന്നതിന് ശേഷമേ മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞിരുന്നു ഇവിടെ എല്ലാവരും വന്നിട്ട്. അപ്പോൾ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള യാതൊരു പരിചയം കാര്യങ്ങളൊന്നുമില്ല. ജനാധിപത്യം വിനിയോഗിക്കുക എന്നുള്ളതാണല്ലോ. അതെ, നമ്മളൊരു കടമ, നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കത് അത്യാവശ്യമാണല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു വോട്ട് ചെയ്താൽ മാത്രമല്ലേ ഒരു ഇന്ത്യൻ പൗരനാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൗരനല്ലാണ്ടായിട്ട് വരും. അപ്പൊ അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. 18 വയസ്സിലാണല്ലോ ഈ കന്നി വോട്ടൊക്കെ ഉണ്ടാവുക. 67-ാം വയസ്സിലാണ് കന്നി വോട്ട് ചെയ്യുന്നത്. അത് എന്താണ് അതിന്റെ ഒരു കാരണമെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ? അത് കാരണം എന്ന് വെച്ചാല് ഒന്നാമത്തെ എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ളൊരു അനുഭവമില്ല. അപ്പൊ എനിക്കതൊരു ആദ്യമായിട്ട് തോന്നുമ്പോ എനിക്കതൊരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ സമൂഹത്തിന് വേണ്ടി, നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ ഒരു വോട്ട് കിട്ടിയിട്ട് ആര് ജയിക്കുന്നോ അത് എൻ്റെ വാർഡിൽ 3-ാം വാർഡിൽ ഉള്ളവർക്ക് അതൊരു ഗുണപ്രദമാവട്ടെ. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇവിടെ ഇപ്പൊ നാട്ടിലില്ലാത്ത കൊണ്ടാണല്ലോ ഈ വോട്ട് ചെയ്യുന്നത്. എത്ര വയസ്സുണ്ടാകുമ്പോഴാണ് വിദേശത്തേക്ക് ആവശ്യാർത്ഥം പോയത്? അത് ശരിക്കും ഞാൻ 18-ാമത്തെ വയസ്സിൽ എൻ്റെ പഠിപ്പ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ 19 കുറച്ചുകൂടെ നിന്നു. പിന്നെ ഞാൻ അങ്ങനെ മദ്രാസിൽ പോയി. മദ്രാസിൽ നിന്ന് അങ്ങനെ 1981 മാർച്ച് 2-ാം തീയതി ഞാൻ ദുബായിൽ പോയി. അങ്ങനെ പിന്നെ അങ്ങോട്ട് വരാൻ കുറച്ച് വൈകി. വരും, ഒരു ലീവിന് വരും. ആ സമയത്തൊന്നും ഇവിടെ വോട്ടും കാര്യങ്ങളും യാതൊന്നുമില്ല. പോയിട്ട് അവിടെ ജോലിയുള്ള വിഷയമായിരുന്നു. ദുബായിലാണ് ഇറങ്ങിയത്. എന്തായിരുന്നു തൊഴിൽ? എന്തായിരുന്നു? ടൈലറായിട്ട്. എത്ര വർഷം അവിടെ? അത് ഗൾഫിൽ ഇപ്പൊ ടോട്ടൽ ഇപ്പൊ അവിടെ ഞാനിപ്പോ 46-47 വർഷമായി. അപ്പൊ അവിടെ 81 പോയി 2 വർഷം കഴിഞ്ഞിട്ട് വന്നു. 1 മാസം 2 മാസം ലീവിന് വന്നു. വീണ്ടും തിരിച്ചു പോയി. അങ്ങനെ വന്നിട്ടും പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു 5-8 വർഷം വരാൻ പറ്റാതെയായി, ജോലി പ്രശ്നം. പിന്നെ അങ്ങനെ ദുബായി കയറി. ദുബായി കയറിയിട്ട് അവിടെ അങ്ങനെ ഇതുപോലെ തന്നെ പല കമ്പനികളിലും. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ടൈമിലാണ് ഒരു 2001 മറ്റേ എന്താ പറയാ, ലിമിറ്റഡ് മിനസിയായി എന്ന് പറഞ്ഞൊരു 5-സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ദുബായ് ഷെയ്ഖിന്റെ ആണ്. ആദ്യം ദുബായ് ഗവൺമെന്റിന്റെ ആയിരുന്നു. പിന്നെ അത് അൽവാസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഖിന്റെ ഇതിലായിരുന്നു. അവിടെ 24 വർഷം ജോലി ചെയ്തു. 3 ഹോട്ടലുണ്ട്. ലിമിറ്റഡ്, പിന്നെ ഒന്ന് വെസ്റ്റേൺ, പിന്നെ ഒന്ന് ഇപ്പോൾ W എന്ന് പേരായിട്ടുള്ള ഒരു ഹോട്ടല്. അങ്ങനെ 3 ഹോട്ടലിൽ ഒരു ടൈലർ. 10,600 പേര് സ്റ്റാഫുണ്ട്. ഗസ്റ്റ്, മാനേജ്മെന്റ്, സ്റ്റാഫ്, അവരൊക്കെ ഡ്രസ്സുകൾ ഓൾട്ടറേഷൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ളത്. പക്ഷെ അവിടെ 65 വയസ്സ് വരെ നിന്നു. പിന്നെ ഈ വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത വിഷയമായി. അപ്പൊ അതുകൊണ്ട് പോരേണ്ടി വന്നു. ഭാര്യയും മക്കളൊക്കെ ഇതിനു മുമ്പ് വോട്ട് ചെയ്തു. അവർക്ക് ശേഷം മക്കൾ കന്നി വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ശേഷം അതാ ആ സമയത്ത് മക്കളോട് പഠിക്കുകയാണല്ലോ. വൈഫോടെ ഉണ്ടോ? ഞാനില്ലല്ലോ. കൂട്ടേണ്ട മതിക്ക് വരാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അത് എന്താ പറയാ, അതെ, ഒരു അനുഭവം. അതിലുപരി ഇത്രയും വർഷം അവിടെ ഗൾഫിൽ നിന്നല്ലോ. ആ മണ്ണിനോടും ആ അവിടുത്തെ രാജാക്കന്മാരോടും ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടവനാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.